മുൻ മോദി സർക്കാരിനും ബിജെപിക്കുമെതിരെ പരോക്ഷ വിമർശനങ്ങളുമായി ആർഎസ്എസ് അധ്യക്ഷൻ മോഹൻ ഭാഗവതും മുഖപത്രവും. മണിപ്പൂർ വിഷയം പരിഹരിക്കപ്പെടണമെന്ന് ഭാഗവത്. മോദി മാജിക്കിന് പരിമിതിയുണ്ടെന്നും തെരഞ്ഞെടുപ്പ് ഫലം അമിത ആത്മവിശ്വാസത്തിന് കിട്ടിയ തിരിച്ചടിയെന്നും മുഖപത്രം. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ആർഎസ്എസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് മോഹൻ ഭഗവത് മണിപ്പൂർ വിഷയത്തിൽ മുൻ മോദി സർക്കാരിനെ പരോക്ഷമായി വിമർശിച്ചത്. യഥാർത്ഥ സേവകനെന്നാൽ മറ്റുള്ളവരുടെ വികാരം വ്രണപ്പെടുത്തുന്നവനോ അഹങ്കാരിയോ ആയിരിക്കരുത്. ഈ തെരഞ്ഞെടുപ്പിൽ അത്തരം മര്യാദകൾ ലംഘിക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പിനിടെ ബിജെപി നേതാക്കൾ നടത്തിയ വിദ്വേഷ പ്രസംഗം ഉദ്ദേശിച്ചാണ് ആർഎസ്എസ് മേധാവിയുടെ വിമർശം എന്നാണ് സൂചന. പ്രതിപക്ഷമെന്നാൽ വിരോധി പക്ഷം എന്നല്ല അർത്ഥം. താൻ അങ്ങനെ വിളിക്കില്ല എന്നും മോഹൻ ഭാഗവത് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ സാങ്കേതികവിദ്യ ദുരുപയോഗം ചെയ്യുന്നതും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതും ശരിയായില്ലെന്നും ആർഎസ്എസ് മേധാവി പറഞ്ഞു. മണിപ്പൂരിൽ സംഘർഷങ്ങൾ തുടരുകയാണ്. സമാധാനത്തിനായി മണിപ്പൂർ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തിലധികമായി. മുൻഗണനാക്രമത്തിൽ മണിപ്പൂർ വിഷയം പരിഹരിക്കണം. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമുള്ള മോഹൻ ഭാഗവതിന്റെ ആദ്യ പ്രതികരണം ബിജെപിയെ പരോക്ഷമായി ചോദ്യം ചെയ്യുന്നതായി. मणिपुर शांति की राह देख रहा है. उसके पहले 10 साल शांत रहा. पुराना गन कल्चर समाप्त हो गया ऐसा लगा और अचानक जो कलह वहां पर उपज गया या उपजाया गया उसकी आग में अभी तक जल रहा है, त्राही त्राही कर रहा है. कौन उस पर ध्यान देगा? प्राथमिकता देके उसका विचार करना ये कर्तव्य है. മോഹൻ ഭാഗവതിന്റെ വിമർശനത്തിന് പിന്നാലെ ആർഎസ്എസ് മുഖപത്രമായ ഓർഗനൈസറിലും ബിജെപിയെ വിമർശിക്കുന്ന ലേഖനം പ്രത്യക്ഷപ്പെട്ടു. ബിജെപി നേതാക്കളോ പ്രവർത്തകരോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ആർഎസ്എസിന്റെ സഹായം തേടിയില്ലെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. മുതിർന്ന ആർഎസ്എസ് പ്രവർത്തകൻ രജൻ ശർദയുടേതാണ് ലേഖനം. അമിത ആത്മവിശ്വാസത്തിലെ യാഥാർത്ഥ്യം പരിശോധിക്കണമെന്നാണ് ഇത്തവണത്തെ ഫലം വ്യക്തമാക്കുന്നത്. നേതാക്കളും പ്രവർത്തകരും താഴേക്കിടയിലെത്തി പ്രവർത്തിച്ചില്ലെന്നും എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നുവെന്നാണ് ലേഖനത്തിൽ പറയുന്നത്. ആർഎസ്എസ് ബിജെപിയുടെ തൊഴിലാളികളല്ല. മോദിയുടെ പ്രഭാവലയത്തിൽ മതിമറന്നു പോയിരിക്കുകയാണ് മറ്റ് നേതാക്കളും പ്രവർത്തകരും. മോദി മാജിക്കിന് പരിമിതികളുണ്ട്. മന്ത്രിമാരെയോ എംപിമാരെയോ സാധാരണക്കാരന് നേരിൽ കണ്ട് പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്നില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ അവർ പ്രതികരിക്കാത്തത് എന്തുകൊണ്ട്? വിമർശങ്ങൾ ഇങ്ങനെ നീളുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎക്ക് പ്രതീക്ഷിച്ച വിജയം ലഭിക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആർഎസ്എസ് മുഖപത്രവും മേധാവിയും നടത്തിയ പരാമർശങ്ങൾ എന്നതും ശ്രദ്ധേയമാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.